ഹായ് ഫ്രണ്ട്സ് ആൻഡ് വ്യൂവേഴ്സ്, സെറീൻ സ്പീക്സ്. അപ്പോൾ എൻ്റെ UK ലൈഫ് 2021 ഡിസംബർ അവസാനം തുടങ്ങി. ഇപ്പോൾ 2026 ഓഗസ്റ്റ് തുടക്കത്തിൽ എത്തി നിൽക്കുന്നു. 4 കൊല്ലവും 8 മാസവും. യെസ്, ദാറ്റ് വാസ് മൈ UK ലൈഫ്. ആൻഡ് ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ UKയിലെ അവസാനത്തെ വീഡിയോ ആയിരിക്കും. ചിലപ്പോൾ ഞാൻ കുറച്ച് എന്താ പറയുക UK കണ്ടന്റ്, ട്രാവൽ കണ്ടന്റ്സ് ഒക്കെ ഇട്ടുന്ന് വരും. പക്ഷേ UKയിൽ നിന്ന് ഞാൻ എടുക്കുന്ന അവസാനത്തെ വീഡിയോ അത് ഇതായിരിക്കും. യെസ് ഗൈസ്, അപ്പോൾ 4 വർഷവും 8 മാസവും ഒരുപാട് എക്സ്പീരിയൻസുകൾ, ഒരുപാട് ലൈഫ് ചാപ്റ്റേഴ്സ് അങ്ങനെയൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ടൈം ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് UK എന്ന് പറഞ്ഞാൽ. യെസ്, UK ടോട്ട് മീ എ ലോട്ട്. സം ഓഫ് ദിസ് ലെസൺസ് വെർ റിയലി ബ്യൂട്ടിഫുൾ, സം ഓഫ് ദം വെർ ഡിഫിക്കൽട്ട്, ബട്ട് ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദം വാസ് വർത്ത് എൻ എക്സ്പീരിയൻസ്. യെസ്, ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ ആയിട്ടാണ് UK ലൈഫിനെ ഇനി അങ്ങോട്ടുള്ള ലൈഫിൽ വിലയിരുത്തുക. കാരണം എന്നെ എൻ്റയർലി പേഴ്സണലി മാറ്റിയ ഒരു കാലഘട്ടമായിരുന്നു ഇത് എന്ന് പറയാം. കാരണം ഞാൻ UK വരുന്നത് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടിയായിരുന്നു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ UK വരുന്നതിന് മുൻപേ PSW കഴിഞ്ഞാൽ തിരിച്ചു പോകണം എന്നൊരു പ്ലാനുമായിട്ട് വന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഞാൻ വേറൊരു വിസയിലേക്ക് മാറാനോ അല്ലെങ്കിൽ ഇവിടെ കുറെ കാലം എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല. ഞാൻ തിരിച്ചു പോവുകയാണ് വിത്ത് മൈ ഓൾ ലെസൺസ്. സോ ഇറ്റ് വാസ് എ നൈസ് ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് പോസിറ്റീവ്സ്. ബിക്കോസ് ഞാൻ ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതെൻ്റെ ഹയസ്റ്റ് വ്യൂഡ് വീഡിയോ ആണ്. 38K എന്തോ കണ്ടു. ഒരുപാട് പേര് പോസിറ്റീവ് കമൻസ് തന്നു, ഒരുപാട് പേര് ആശംസകൾ അറിയിച്ചു എൻ്റെ ബാക്കിയുള്ള ലൈഫിനും പ്രോഗ്രസ്സിനും എല്ലാത്തിനും വേണ്ടിയിട്ട്. കുറച്ച് നെഗറ്റീവ് കമൻസ് ഉണ്ടായിരുന്നു, ലീവ് ദാറ്റ്. ബട്ട് ദാറ്റ്സ് മൈ UK ലൈഫ്. ആ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ അതിൽ പോസിറ്റീവ്സ് എല്ലാം ഞാൻ എടുക്കുന്നു. അപ്പോൾ എനിക്ക് UK കിട്ടിയ കുറച്ച് പോസിറ്റീവ്സ്, അല്ലെങ്കിൽ എന്താണ് ഞാൻ UK നിന്ന് നേടിയത് എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് മെൻഷൻ ചെയ്യാൻ പോകുന്നത്. സോ കുറച്ചധികം പോയിന്റ്സ് ഉണ്ട്. ലെറ്റ്സ് സീ. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആൻഡ് പേഴ്സണൽ ഡെവലപ്മെന്റ്, അതിലെനിക്ക് ഏറ്റവും മെയിനായിട്ട് തോന്നിയ സംഭവമാണ് ഇൻഡിപെൻഡൻസ്. എവേ ഫ്രം ഹോം, മൈ സർക്കിൾ, മൈ ഫ്രണ്ട്സ്, മൈ ഫാമിലി, അല്ലെങ്കിൽ എൻ്റെ കംഫർട്ട് സോൺ, അതിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ഒരു ഇൻഡിപെൻഡൻസ് അത് അനുഭവിക്കാൻ എനിക്ക് സാധിച്ചത് UK വന്നതിന് ശേഷമാണ്. കാരണം ഞാൻ എൻ്റെ 24 വയസ്സ് വരെ നാട്ടിൽ നിന്ന് അത്രയും കാലത്തോളം ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് പോലില്ല. ഒരു ഹോസ്റ്റലിലോ യാത്ര പോലും 2 ദിവസത്തെ ടൂറോ 3 ദിവസത്തെ ടൂറൊക്കെ പോയിട്ടുള്ളൂ. ഇത് കൂടുതൽ ഞാൻ പോയിട്ടില്ല. സോ ഈ 4.5 കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് എ ലോങ് ടൈം. മൈ ഇൻഡിപെൻഡൻസ് അത് ഹിറ്റ്സ് ഡിഫറെൻറ്റ്. അത് തന്നെയാണ് മെയിൻ സംഭവം. നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഡൻസ് ആണ്. എവറി ഡേ ഐം ഡീലിംഗ് വിത്ത് ന്യൂ പീപ്പിൾ, ന്യൂ കസ്റ്റമേഴ്സ്. ഞാൻ പല സ്ഥലത്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. മെക്ഡൊണാൾഡ്സ്, ഷോപ്സ്, ആമസോൺ ആയ പോലെ തന്നെ പുതിയ ആൾക്കാർ വരും. അങ്ങനെ ഒരുപാട് പുതിയ ആൾക്കാരെ ഡീൽ ചെയ്തിട്ടുണ്ട്. പുതിയ സാഹചര്യങ്ങൾ, പുതിയ പ്രശ്നങ്ങൾ, ഇപ്പോൾ UK വരുമ്പോൾ ഉണ്ടാകുന്ന പുതിയ പുതിയ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഡീൽ ചെയ്യാനുള്ള കോൺഫിഡൻസ് എനിക്ക് കിട്ടിയത് ഈ ഒരു കാലയളവ് കൊണ്ടാണ്. 3 പോയിന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഡിസിപ്ലിൻ. ഇത് പലതരത്തിലുള്ള ഡിസിപ്ലിൻ ഉണ്ട്. പേഴ്സണൽ ഡിസിപ്ലിൻ, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, അങ്ങനെ കുറേ തരം ഡിസിപ്ലിൻസ്. ഇതെല്ലാം ഞാൻ പഠിച്ചത് ഈ UK ലൈഫ് കൊണ്ട് തന്നെയാണെന്ന് പറയാം. കാരണം വർക്ക്, സ്റ്റഡീസ്, അത് കഴിഞ്ഞുള്ള കുക്കിംഗ്, ട്രാവലിംഗ്, ഞാൻ ആഗ്രഹിച്ച പല സ്ഥലങ്ങളും ഞാൻ കവർ ചെയ്തത് UK എത്തിയതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതൊക്കെ എൻ്റെ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ UK എത്തിയതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു പേഴ്സണൽ ഡിസിപ്ലിൻ കൊണ്ട് മാത്രം എനിക്ക് സാധിച്ചതാണ്. ഇതെല്ലാം കൂടി മാനേജ് ചെയ്യുക, ആ ഒരു മാനേജീരിയൽ സ്കിൽസ് വളരെയധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ദ ഡിസിപ്ലിൻ ഫാക്ടർ. എൻ്റെ UK ലൈഫിൽ ഞാൻ ഒരിക്കലും പറയാൻ വിട്ടുപോകാൻ പാടില്ലാത്തൊരു കാര്യമാണ് എഡ്യൂക്കേഷൻ. യെസ്, ഐ സ്റ്റഡിഡ് എ മാസ്റ്റേഴ്സ് ആൻഡ് ഗെയിൻഡ് എ ഇന്റർനാഷണൽ അക്കാഡമിക് എക്സ്പീരിയൻസ്. യെസ്, നാട്ടിൽ ഞാൻ പഠിച്ച ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ സെൻറ് തോമസ് കോളേജ് തൃശ്ശൂരാണ്. അപ്പോൾ അവിടെ നിന്ന് ഇവിടേക്കുള്ള വളർച്ച അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇന്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ കൂടെ ഇരിക്കുന്നു. സംഭവം ഇന്ത്യക്കാർ ആണ് കൂടുതലായിരുന്നെങ്കിലും, മെജോറിറ്റി ആയിരുന്നെങ്കിലും, ദാറ്റ് വാസ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ ഞാൻ ഇപ്പോഴും ഒരു പോസിറ്റീവ് കാണുന്നുണ്ട്.
ദെൻ വർക്ക് എക്സ്പീരിയൻസിലേക്ക് കിടക്കുകയാണെങ്കിൽ ആമസോണിലെ വർക്ക് എക്സ്പീരിയൻസിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പല പല സംഭവങ്ങളും പല പല എക്സ്പീരിയൻസുകളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് പല സംഭവങ്ങളും എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് പല പ്രോസസ്സുകളും എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വർക്ക് സ്പേസസിലൊക്കെ ഞാൻ ഡീൽ ചെയ്യുന്ന പീപ്പിൾസ് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പല രാജ്യങ്ങളിൽ നിന്നും പല കൾച്ചറുകൾ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ പല പേഴ്സ്പെക്റ്റീവ്സ് ഉള്ള ആൾക്കാരൊക്കെയാണ് ഞാൻ ഡീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ മെക്ഡൊണാൾഡ്സിൽ ഞാൻ വർക്ക് ചെയ്തപ്പോൾ ഞാൻ കസ്റ്റമർ റിലേഷനിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പല ഇഷ്യൂസായിട്ട് പല പ്രഷറിൽ പല തരത്തിൽ എങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഡീൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഐ ഫീൽ പ്രൗഡ് ഓഫ് മൈ സെൽഫ് ടു ബി ഫ്രാങ്ക്. കാരണം പല മാനസികാവസ്ഥയിലുള്ള ഒരുപാട് പേരെയാണ് ഒരു ദിവസത്തെ ഷിഫ്റ്റിൽ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇറ്റ് വാസ് ഓസം എക്സ്പീരിയൻസ്, എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം മൈ വർക്ക് എക്സ്പീരിയൻസസ് ഇൻ ഇന്ത്യ. മാൻ, ഇറ്റ് വാസ് ഗ്രേറ്റ് എക്സ്പീരിയൻസ് ദറ്റ് ഐ വിൽ ഹോൾഡ് ഇൻ മൈ എൻ്റയർ ലൈഫ്. സംഭവം ഞാൻ വലിയ വലിയ ജോലികളൊന്നുമല്ല ചെയ്തേക്കുന്നത്, വലിയ ഞാനില്ലെങ്കിൽ നടക്കില്ല എന്നുള്ള ജോലികളൊന്നുമല്ല. പക്ഷേ എൻ്റെ പേഴ്സണൽ ഗ്രോത്തിൽ വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന സംഭവങ്ങളാണ് ഞാൻ ഈ ഡീൽ ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും. നേരത്തെ പറഞ്ഞ പോയിന്റിൽ ഒരു പോയിന്റ് തന്നെ ഒന്ന് എൻലാർജ് ചെയ്ത് പറയണമെന്ന് എനിക്ക് തോന്നി. മീറ്റിംഗ് പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. ടു ബി ഫ്രാങ്ക്, എനിക്കൊരു നൈജീരിയക്കാരൻ ഫ്രണ്ട് ഉണ്ട്. പുള്ളിക്കാരനൊരു മോനുണ്ട്. ആ മോൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിരാട് കോഹ്ലിയോ മോദിയോ ഒന്നുമല്ല, അത് ഞാനാണ്. ആൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ കൂടെ കളിക്കും. സംഭവം വളരെ കുറച്ച് ടൈം ഞാൻ ആളായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ചെറിയ പയ്യൻ രണ്ടര വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ, ആളുടെ ഫേവറേറ്റ് ഇന്ത്യൻ ഞാനാണെന്നാണ് അവൻ തന്നെ പറയാറുള്ളത്. അതൊക്കെ എന്താ പറയാ, ഇവിടെ മാത്രം കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ലേ. എനിക്ക് നാട്ടിലായിരുന്നെങ്കിൽ ഈ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടും? ഒരിക്കലും ഇല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ഡീലിംഗ് വിത്ത് ഡിഫിക്കൽട്ടീസ് ഇൻ ലൈഫ്. UK ലൈഫ് അത്ര എളുപ്പമൊന്നുമല്ല, ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നു വന്നിട്ടുണ്ട്. ഇമിഗ്രേഷൻ, എഡ്യൂക്കേഷൻ, PSW, പിന്നെന്താണ് അക്കോമഡേഷൻസ്, മാനേജിങ് ദ ഫിനാൻസ്, സാലറി, അതുകൂടാതെ വരുന്ന വെതർ. ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ എല്ലാ നെഗറ്റീവ്സും എല്ലാം ഈ UK ലൈഫിൽ ഞാൻ നേരിട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ നേരിട്ട് സർവൈവ് ചെയ്ത് ഞാനിവിടെ എത്തി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ എനിക്കൊരു ഹാപ്പിനെസ്സും ഉണ്ട് തിരിച്ചു വരാൻ നിൽക്കുമ്പോൾ. കാരണം ഞാൻ മടുത്ത്, എന്തേലും മടുത്ത് അങ്ങനെ ഒരു ഇതിലല്ല ഞാൻ പോകുന്നത്. തിരിച്ച് UK നിന്ന് തിരിച്ചു പോകുന്നത് എനിക്കിവിടെ മെന്റലി അത്ര ഓക്കെ അല്ല, കുറച്ചുകൂടി ബെറ്റർ നാട്ടിലായിരിക്കും എന്ന് തോന്നുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ പോകുന്നത്. ഇതൊക്കെ ഒരു ലേണിംഗ് കർവിൽ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളാണ്, ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത സംഭവങ്ങൾ. പെർഫെക്റ്റ് ആഡ് ഓൺസ്. ഇനിയൊരു പോയിന്റ് ആഡ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ട്രാവൽ ഓപ്പർച്യൂണിറ്റീസ് ആണ്. 2 വട്ടം ഷെങ്കൻ വിസ എടുത്ത ആളാണ് ഞാൻ. 2 വട്ടത്തെയും വീഡിയോകൾ ഞാൻ യൂട്യൂബിലേക്ക് ഇട്ടിട്ടുണ്ട്, എങ്ങനെ അപ്ലൈ ചെയ്യാം. ഞാൻ മെയിനായിട്ട് പാരീസും അതായത് ഫ്രാൻസും സ്പെയിനുമാണ് പോയത്. യെസ്, സ്പെയിൻ. എൻ്റെ 18 വർഷത്തെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ബാഴ്സലോണയിൽ ഒന്ന് പോകണം. ഞാൻ അത്രയും വലിയ ബാഴ്സലോണ ഫുട്ബോൾ ടീമിൻ്റെ ഫാനാണ്. സോ എനിക്ക് അവിടേക്ക് പോകാൻ ഇത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ സാധിച്ചത് തീർച്ചയായിട്ടും ഞാൻ UK യിലായിരുന്നതുകൊണ്ട് മാത്രമാണ്. സോ ട്രാവലിംഗ് എന്നുള്ള ഒരു സംഭവം, അല്ലെങ്കിൽ ഞാൻ വേൾഡ് വൈഡ് വലിയ ട്രാവലർ ആണെന്നും അല്ല പറയുന്നത്, പക്ഷെ ആ കുറച്ച് ചെറിയ ഡ്രീംസ് ആയാലും അതെനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയത് UK യിലായിരുന്നുകൊണ്ട് മാത്രമാണ്. നാട്ടിലായിരുന്നെങ്കിൽ എനിക്കിതൊരു ഈസി എന്നൊന്നും പറയാൻ പറ്റില്ല, എനിക്കിത് നടക്കത്തേ ഇല്ല. അപ്പോൾ അത് എനിക്ക് നടത്തി തന്നത് ഞാൻ UK യിലായിരുന്നതുകൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെയാണ് ഫുട്ബോളിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ UK യിലെ ആർസനലിൻ്റെ ഒഴികെ ഒരുവിധം ടോപ്പ് എല്ലാ ടീമുകളുടെയും സ്റ്റേഡിയം ടൂർസ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസും യൂട്യൂബിലുണ്ട്. പക്ഷേ ഇതൊക്കെ TV യിലിരുന്ന് കണ്ടുകൊണ്ടിരുന്ന ഞാൻ ഒന്ന് ആലോചിച്ച് നോക്ക്, ഓൾഡ് ട്രഫോർഡ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സ്റ്റേഡിയം, അതുപോലെ തന്നെ ആൻഫീൽഡ്, ലിവർപൂളിൻ്റെ സ്റ്റേഡിയത്തിലൊക്കെ പോയി പ്ലേയേഴ്സ് കളിക്കുന്ന അല്ലെങ്കിൽ പ്ലേയേഴ്സ് ഇരിക്കുന്ന ഡ്രസ്സിങ് റൂമിൽ കൂടെ ഞാൻ നടക്കാണ്, കേരളത്തിലെ തൃശ്ശൂർ ജനിച്ച ഒരാൾ. സോ ദാറ്റ്സ് നോട്ട് ഈസി. ഒരു 4-5 കൊല്ലം മുൻപ് ഇതിനെപ്പറ്റിയൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. യെസ്, സോ UK യിലെത്തിയതുകൊണ്ട് മാത്രം സാധിച്ച സംഭവങ്ങളുടെ കൂടെ ഞാൻ ഡെഫിനറ്റ് ആയിട്ടും ആഡ് ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ ട്രാവലിംഗ് ആൻഡ് ഫുട്ബോൾ എക്സ്പീരിയൻസസ്. ഒരു 2 പോയിന്റ്സ് ഉണ്ട്, പല റീൽസും സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 പോയിന്റ്സ് ആണ്. രണ്ടും കൂടി ഞാനൊന്ന് കമ്പൈൻ ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. സെൽഫ് ഡിസ്കവറി, ബീയിങ് എവേ ഫ്രം ഹോം.
ആക്ച്വലി ടീച്ചേഴ്സ് യു വാട്ട് യു വാണ്ട് ഇൻ യുവർ ലൈഫ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ ചിന്തകൾ പലതിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ എന്താ പറയുക, നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചിന്തിക്കാൻ പറ്റിയൊരു സ്പേസ്, വല്ലാത്തൊരു സ്പേസ് കിട്ടുന്നുണ്ട്. സംഭവം അതിലൊരു നെഗറ്റീവും ഉണ്ട്. നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, നാട്ടിലുള്ള പല സംഭവങ്ങളും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അതായത് പല ഫ്രണ്ട്സിൻ്റെയും കല്യാണം, പല ഇമ്പോർട്ടൻ്റ് സംഭവങ്ങൾ, പെരുന്നാള്, മരണങ്ങൾ, പല മരണങ്ങളും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു സെൽഫ് ഡിസ്കവറി എന്നൊരു പോയിന്റിൽ away from home, it really helped me and appreciate home. Actually, being away from home, actually, നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു സംഭവമാണ് ഹൗ ടു അപ്രിഷിയേറ്റ് അവർ ഹോം, ഫാമിലി, ഫ്രണ്ട്സ്, ഫുഡ്, അവർ ഓൺ കൾച്ചർ. ഞാൻ തന്നെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, കേരളം മിസ് ചെയ്യുന്നു അല്ലെങ്കിൽ നാടിനെ മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നാട്ടിലേക്ക് വരുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നാട്ടിലേക്ക് വരുന്നത്, യു കെയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നത് ഞാനൊരു ആഘോഷമാക്കിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് ടൈം വന്നപ്പോൾ 30 ദിവസമാണ് നാട്ടിലുണ്ടായിരുന്നത്, എക്സാക്ട്ലി 30 ദിവസം. ഞാൻ പോകാൻ പറ്റാവുന്ന എല്ലാവരെയും പോയി കണ്ടു, എല്ലാവർക്കും പല സംഭവങ്ങളും കൊടുത്തു, സാധനങ്ങളും മേടിച്ചു കൊടുത്തു, ഹാപ്പിയായി അവരുടെ കൂടെ ഫുഡ് കഴിക്കാൻ പുറത്തു പോയി. സോ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ, ഞാൻ നാട്ടിൽ നിന്നിരുന്ന ഒരാളാണെങ്കിൽ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക, ഗ്രാഫിൽ എനിക്കത് കിട്ടില്ലായിരുന്നു ഫോർ ഷുവർ. സോ അപ്രിഷിയേറ്റിംഗ് ഫാമിലി അല്ലെങ്കിൽ ഹോം, അതെനിക്ക് യു കെയിൽ വന്നതുകൊണ്ട് മാത്രം കിട്ടിയ ഒരു സംഭവമാണ്. കാരണം ദുബായിലുള്ള പോലെ പെട്ടെന്ന് എല്ലാ കൊല്ലവും ഒന്നും വരാനൊന്നും പറ്റിയെന്ന് വരില്ല. യു കെയിൽ നിന്ന് വരാന്ന് പറഞ്ഞാൽ തന്നെ നല്ല ചിലവുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. സോ അപ്രീഷിയേറ്റ് യുവർ ഫാമിലി അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് യുവർ കൾച്ചേഴ്സ്, അതെനിക്ക് യു കെയിലെ ലൈഫ് കൊണ്ട് കിട്ടിയ മറ്റൊരു ആഡ് ഓൺ ആണ്. ഫൈനൽ പോസിറ്റീവ്സ് ഓഫ് യു കെയിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായും ഞാൻ ആഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കണ്ടന്റ് ക്രിയേഷൻ. ബിക്കോസ് യു കെ ലൈഫ് ബിക്കം എ മെയിൻ സോഴ്സ്, ഹ്യൂജ് സോഴ്സ് ഓഫ് മൈ കണ്ടന്റ്സ് എന്ന് തന്നെ തീർച്ചയായിട്ടും പറയണം. കാരണം നിങ്ങളിപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ കാണുന്നത് വരെ ഞാനൊരു യു കെയിലുള്ള ആളായതുകൊണ്ട്, അല്ലെങ്കിൽ യു കെയിലെ കണ്ടന്റ്സ് ഞാൻ ഇതിനു മുൻപ് ഷെയർ ചെയ്തിട്ടുള്ളതൊക്കെ കൊണ്ടായിരിക്കും. സോ എനിക്കിപ്പോൾ ഒരു മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള യൂട്യൂബ് ചാനലുണ്ട്. ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് യു കെ ടോപ്പിക്സ് അല്ലെങ്കിൽ യു കെ കണ്ടന്റ്സ് കൊണ്ടാണ്. തീർച്ചയായിട്ടും ഞാനത് ഇതിൽ ആഡ് ചെയ്യേണ്ട സംഭവമാണ്. ചിലപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നെങ്കിൽ ഞാൻ ഏതെങ്കിലുമൊക്കെ ഒരു ജോബ് ചെയ്ത് അതിൻ്റെ പിന്നാലെ അങ്ങനെ നടന്നു പോയതിനെ, യു കെയിൽ വന്ന് യു കെ ലൈഫ് എക്സ്പീരിയൻസ് സംഭവങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. സോ എൻ്റെ കണ്ടന്റ് ക്രിയേഷൻ ജേർണിയിലെ ദി മെയിൻ പ്ലോട്ട് വാസ് യു കെ കണ്ടന്റ് ആണ്. ഞാൻ ഇനി ഭാവിയിൽ പല കണ്ടന്റ്സും പ്ലാൻ ചെയ്യുന്നുണ്ട്, പല പല പ്ലാൻസും ഒക്കെ ഉണ്ട് എനിക്ക്. അതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്ത് പോയാൽ വലിയ ഉപകാരമായിരിക്കും, അതെന്നെ നല്ല രീതിയിൽ സഹായിക്കും. സോ പക്ഷേ യു കെ കണ്ടന്റ് ക്രിയേഷൻ വാസ് വൺ ഓഫ് മൈ മെയിൻ അച്ചീവ്മെൻറ്റ്സ് ഇൻ മൈ ലൈഫ്. അതിപ്പോൾ ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും എനിക്ക് അത്യാവശ്യം ഒരു റീച്ച് പോയിട്ടുള്ള വീഡിയോസൊക്കെ യു കെ കണ്ടന്റ് ആണ്, അല്ലാതെ ഞാൻ ഇടുന്നതൊന്നും വലിയ സംഭവം ആവാറില്ല. സോ ദാറ്റ്സ് ഇറ്റ്, കണ്ടന്റ് ക്രിയേഷൻ. ഫൈനലി, മെമ്മറീസ്. At the end of the day, I'm not just spended my 4.5 years here. I learned so many skills, lessons, memories, and everything. So it will be really helpful in my life or in my future back in India. I believe in so. So I'll hold all these memories in my life and learn from these lessons. So that's it. And this is my final video from UK. This is Serin Speaks, signing off from UK. See you in India, Kerala, Thrissur. Bye.